Hello! Chapter 10 Fun at Class Party. Children of class 3 are preparing for a celebration in the class. Look at the picture. ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ടല്ലേ? ഈ കുട്ടികളൊക്കെ അവരുടെ ഒരു ക്ലാസ് പാർട്ടിക്ക് വേണ്ടി ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്യാണ്. ഈ പിക്ചർ നന്നായി നോക്കിയതിനു ശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. What are the various activities shown in the picture? എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? Some students are decorating the classroom. Others are measuring the length of the desk, length of the door and other part of the classroom. അപ്പോൾ ഈ ക്ലാസ് റൂമിൽ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ഡെക്കറേഷൻ ഓർ ഡെക്കറേറ്റിംഗ്, another one is measurement or measuring. The second question, how does Shelly find the height of the door? ഇവിടെ ഒരു കുട്ടി ഡോറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുകയാണ്. ഷെല്ലി. ഓക്കെ, ഷെല്ലി എങ്ങനെയാണ് ഡോറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയാലോ, ഷെല്ലിയുടെ കയ്യില് മേ ബി ഇതൊരു പെൻ ആവാം, മാർക്കർ ആവാം, അല്ലെ? നമുക്കതിനെ പെൻ എന്ന് വിളിക്കാം. സോ ഷെല്ലി മെഷേഴ്സ് ദ ഡോർ ഹൈറ്റ് യൂസിങ് എ പെൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Leena and Adi use their handspan to measure the length of the same table. Will they both get the same measurement? Okay, അവരുടെ കൈ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഹാൻഡ് സ്പാൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഡെസ്കിന്റെ ലെങ്ത് അളക്കാൻ പോകുന്നത്. എന്താ ചെയ്യാ? ഒരു കൈ വെച്ച് അത് കഴിഞ്ഞിട്ട് അടുത്ത കൈ മാറ്റി വെച്ച് അങ്ങനെ എത്ര കൈ ആണ് ആ ഡെസ്കിൽ കംപ്ലീറ്റ് ആവുക എന്നാണ് അവര് മെഷർ ചെയ്യാൻ പോകുന്നത്. ഇനി ഇവരുടെ രണ്ടുപേരുടെയും കൈ ഒരേ അളവിലുള്ളതാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഒരേ നമ്പർ ആണ് കിട്ടുക. പക്ഷെ ഒരാളുടെ കൈ വലുതും ഒരാളുടെ കൈ ചെറുതുമാണെങ്കിലോ അവർക്ക് വേറെ വേറെ നമ്പറുകളാണ് കിട്ടുക. അപ്പൊ ഒരാൾ പറയും 10 ഹാൻഡ് സ്പാൻ, അടുത്ത ആള് പറയും 12 ഹാൻഡ് സ്പാൻ. അപ്പൊ അത് നമുക്ക് കേൾക്കുമ്പോൾ എത്രയാണ് ലെങ്ത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? No, their hand spans are different sizes. So, they will not get the same measurement. Next question. Circle the child with the longest ponytail. എന്താണ് ponytail? മുടി കെട്ടിയിരിക്കുന്നത് ഈ ഒരു പോർഷൻ ഇതാണല്ലേ ponytail. അപ്പൊ ഇവിടെ ഗേൾസിനാണ് ponytail ഉള്ളത്. 1 2 3 4 ഗേൾസ് ഉണ്ട്. ഇവരിൽ ആരുതാണ് ഏറ്റവും ലോങ്സ്റ്റ് ponytail? ഈ കുട്ടിയുടെയാണ്. അപ്പൊ ഷെല്ലിയുടേതാണ് longest ponytail. Take the paper strings in the classroom that are as long as the height of the window. ഇവര് പേപ്പർ സ്ട്രിങ്സ് ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പൊ വിൻഡോയുടെ ഹൈറ്റിന്റെ അത്രയും വലിയ സ്ട്രിങ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ വിൻഡോയുടെ ഹൈറ്റില് ഈ ഒരു സ്ട്രിങ് ആണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ഹൈറ്റ് ഓഫ് ദ വിൻഡോയുടെ കറക്റ്റ് സൈസിലുള്ള സ്ട്രിങ്. Find the distance between two walls of the classroom. How did you find it? Can there be other ways of measuring it? ഈ ക്ലാസ് റൂമിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ഇവിടെ ഒരു ബോയ് ക്ലാസ് റൂമിന്റെ ലെങ്ത് മെഷർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? കാലുകൾ വെച്ചാണ്, ഫുഡ് സ്റ്റെപ്സ് ഉപയോഗിച്ചാണ്. 1 2 3 അങ്ങനെ ടോട്ടൽ എത്ര ഫുഡ് സ്റ്റെപ്സ് ആണ് ഈ കുട്ടി മെഷർ ചെയ്യുന്നത് അത്രയും നമ്പർ ആണ് ഈ ലെങ്ത് ഓഫ് ദ ക്ലാസ് റൂം. ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ ക്ലാസ് റൂമിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ? Yes, there can be other ways to measure it. For example, using a tape. നിങ്ങളുടെ വീട്ടിലൊക്കെ ടേപ്പ് കണ്ടിട്ടുണ്ടോ? അത് ഉപയോഗിച്ച് നമുക്ക് ക്ലാസ് റൂമിന്റെ ലെങ്ത് മെഷർ ചെയ്യാം. ഇല്ലെങ്കിലോ സ്കെയിൽ. നിങ്ങളുടെ ഒക്കെ ബോക്സിൽ സ്കെയിൽ ഇല്ലേ? 1ാം ക്ലാസ് മുതൽ എല്ലാവരും സ്കൂളിൽ സ്കെയിൽ കൊണ്ടുപോകാറില്ലേ? അപ്പൊ ആ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലാസ് മെഷർ ചെയ്യാം. ഇനി റിപ്പീറ്റഡ് ഒബ്ജക്റ്റ്. ഇവിടെ ഷെല്ലി പെൻ ഉപയോഗിച്ചിട്ട് ഡോറിന്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്നില്ലേ? അതുപോലെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, പെന്നോ ബുക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ റിപ്പീറ്റഡ് ആയിട്ട് വെച്ച് എത്ര ബുക്ക് ലെങ്ത് ആണ് ക്ലാസ് റൂം അല്ലെങ്കിൽ എത്ര പെൻ ലെങ്ത് ആണ് ക്ലാസ് റൂം എന്ന് മെഷർ ചെയ്യാം. നെക്സ്റ്റ്, identify all the ways that children are using to measure length in this picture. Which way do you think is better and why?
ഈ ചിത്രത്തില് കുട്ടികൾ മെഷർമെന്റിന് പല മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഹാൻഡ് സ്പാൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഒന്ന് ഫുഡ് സ്റ്റെപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഇനി റിപ്പീറ്റഡ് ഒബ്ജക്ട്, അതായത് ഒരു പെൻ ഉപയോഗിച്ച് റിപ്പീറ്റഡ്ലി വെച്ച് ഡോറിന്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്നുണ്ട്. They measure using footsteps, handspan and a pen or repeated object. ഇനി ഈ മൂന്നിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? അത് റിപ്പീറ്റഡ് ഒബ്ജക്ട് അല്ലെങ്കിൽ പെൻ ആണ്. കാരണം പെൻ ഉപയോഗിച്ച് മെഷർ ചെയ്യുമ്പോൾ ഈ സെയിം പെന്ന് തന്നെയാണ് എല്ലാ പ്രാവശ്യവും ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ ഓരോ ആളുകളുടെ കൈക്കും കാലിനും അനുസരിച്ച് ഫുഡ് സ്റ്റെപ്പും ഹാൻഡ് സ്പാനും ഒക്കെ വ്യത്യാസം വരാം. അപ്പൊ സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരേപോലെയുള്ള ലെങ്ത് ഈ മൂന്നെണ്ണത്തിലും ഈ ഒരു പെന്നാണ്. Children of class 3 are decorating the board with paper strings of different colors. In the picture above, color the paper string as instructed below. Color the shortest paper string with red. Discuss how you identified the shortest string. ഇവിടെ ബോർഡ് ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്, ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്, ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്. 3 സ്ട്രിങ്സ് ഉണ്ട് അല്ലെ? ഇതില് ഷോർട്ടസ്റ്റ് സ്ട്രിങ് ഏതാണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം എന്താ? ഓരോ സ്ട്രിങ്ങിലും ഇതുപോലെ ഒരു ഷേപ്പ് ഉണ്ട്. അപ്പോ ഇതില് 1 2 3 ഷേപ്സ് ആണുള്ളത്. ഇവിടെയോ 1 2 3 4 5 ഷേപ്സ് ഉണ്ട്. ഇവിടെ 1 2 3 4 5 6 7 8 9 10 ഷേപ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുത് 3 ആണ്. അപ്പൊ ഇതാണ് ഷോർട്ടസ്റ്റ് സ്ട്രിങ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇത് റെഡ് ഉപയോഗിച്ചിട്ട് കളർ ചെയ്യണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ കളർ ചെയ്യാം. നെക്സ്റ്റ്, കളർ ദ ലോങ്സ്റ്റ് പേപ്പർ സ്ട്രിങ് വിത്ത് ഗ്രീൻ. ഡിസ്കസ് ഹൗ യു ഐഡന്റിഫൈ ദ ലോങ്സ്റ്റ് സ്ട്രിങ്. അപ്പൊ മുമ്പത്തേതില് നമ്മൾ പറഞ്ഞു ഇവിടെ 3, ഇവിടെ 5, ഇവിടെ 10. അപ്പോ ഏറ്റവും ലോങ്സ്റ്റ് ഏതാണ്? 10 ഷേപ്സ് ഉള്ളതാണ് അല്ലെ? ഈ ടോപ്പിലുള്ളതാണ് ലോങ്സ്റ്റ്. അപ്പോൾ അത് ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബുക്കിൽ കളർ ചെയ്യണം. നല്ല ഭംഗിയായിട്ട് കളർ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many more colorful paper strings will be needed to decorate the border of the green board? ഇവിടെ ടോട്ടൽ ഒരു സ്ട്രിങ് ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്, ഇനി ഒരു സ്ട്രിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഈ സൈഡിൽ ഒരു സ്ട്രിങ് വേണം, ഈ സൈഡിലും കൂടി ഒരു സ്ട്രിങ് വേണം അല്ലെ? അപ്പൊ നമുക്ക് 2 more strings ആണ് ഈ ബോർഡ് ഫുള്ളാക്കാൻ ആവശ്യമുള്ളത്. നെക്സ്റ്റ്, how many of this shape are needed to decorate the entire border of the board? ഇവിടെ ടോപ്പിൽ നമ്മൾ നേരത്തെ കണ്ടു നമുക്ക് 10 ഷേപ്സ് ആണ് ആവശ്യമുള്ളത്, സൈഡില് 5 ഷേപ്സ് ആണ് ആവശ്യമുള്ളത്. അപ്പൊ ടോപ്പിൽ 10 ഷേപ്സ് ആവശ്യമുണ്ടെങ്കിൽ അതേ താഴെയും എന്താവശ്യം വരും? 10 ഷേപ്സ് വേണം. ഇപ്പുറത്തെ സൈഡിലും 5 ഷേപ്സ് വേണം. അപ്പൊ ടോട്ടൽ എത്രയായി? 10 plus 10 plus 5 plus 5 is equal to 10 plus 10 20, 20 plus 5 25, 25 plus 5 30. 30 ആണ് ഇതിന്റെ ആൻസർ. എത്ര ഷേപ്സ് ആണ്? 30. Let's do. Cut and paste a wool or cotton thread as long as the line given below. നിങ്ങളുടെ ബുക്കിൽ ഇതുപോലെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു വൂളോ അല്ലെങ്കിൽ ഒരു കോട്ടനോ ആയിട്ടുള്ള ഒരു ത്രെഡ് എടുക്കണം, ഒരു നൂലെടുക്കണം. എന്നിട്ട് കറക്റ്റ് ഈ സൈസിൽ കട്ട് ചെയ്യണം. അതെങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും? ആ നൂല് ഈ ലെങ്ത്തിന്റെ മുകളിൽ വെച്ചിട്ട് ഈ എൻഡും മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത ഭാഗം ഒരു സിസേഴ്സ് എടുത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് അത് ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒട്ടിച്ചു വെക്കണം. ഓക്കെ, നൗ ഡ്രോ എ സ്ട്രിങ് ലോങ്ങർ ദാൻ ദ സ്ട്രിങ് ഗിവൻ ബിലോ. ഇവിടെ ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ടല്ലേ, അത് ഈ ഒരു എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരെയാണ്. അപ്പോ ഇതിനേക്കാളും വലിയൊരു സ്ട്രിങ് വരയ്ക്കണം. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ വരെ ഒരു ലൈൻ, ഇവിടെ വരെ അടുത്ത ലൈൻ, ഇവിടെ വരെ അടുത്ത ലൈൻ, ഇതുവരെ അടുത്ത ലൈൻ, ഇതിനേക്കാളും വലിയ ഒരു ലൈനും കൂടി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റാർ, ഇവിടെ ഒരു സ്റ്റാർ, ഇവിടെ ഒരു സ്റ്റാർ, ഇവിടെ ഒരു സ്റ്റാർ. ഓക്കെ, ലോങ്ങർ എന്നേ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് ഇതിനേക്കാളും എത്ര വലുത് വേണമെങ്കിലും വരയ്ക്കാം. നെക്സ്റ്റ്, ഡ്രോ എ സ്ട്രിങ് ഷോർട്ടർ ദാൻ ദ ഡെക്കറേഷൻ സ്ട്രിങ് ഷെല്ലി ആൻഡ് ആദി ആർ ഹോൾഡിംഗ്. See, Shelly and Adi, they are holding a big string.
അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാളും ചെറിയൊരു സ്ട്രിങ് വരയ്ക്കണം. അത് വളരെ ഈസി ആണല്ലേ? ഇത്ര ചെറുത് വേണമെങ്കിൽ വരയ്ക്കാം, ഇത്ര ചെറുത് വേണമെങ്കിൽ വരയ്ക്കാം, ഇത്ര വേണമെങ്കിൽ വരയ്ക്കാം. പക്ഷെ ഇതിനേക്കാളും വലുതാവാൻ പാടില്ല എന്ന് മാത്രം. എന്നിട്ട് നല്ല ഭംഗിയുള്ള ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അതിന് നിങ്ങളുടെ ബുക്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഒരു സ്ട്രിങ് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ മുതൽ ഇവിടം വരെ ഇതിന് ലെങ്ത് ഉള്ളൂ എന്ന് തോന്നുന്നത്. ഇവർ കുറച്ചുകൂടി രണ്ടുപേരും ബാക്കോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത് കൂടുതലായിട്ട് വരും. Draw the other half of the mustache, which is as long as the half of the mustache on the face shown in the picture. ഇവിടെ ഒരു മീശ മാത്രമേ ഉള്ളൂ, മറ്റേ മീശ എവിടെ പോയി? അപ്പൊ നിങ്ങൾ അത് വരച്ചു കൊടുക്കണം. നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവോ? ഇല്ല, കാരണം ഇവിടെ വലിയ മീശയാണ്, ഇവിടെ കുഞ്ഞു മീശയേ ഉള്ളൂ. കുറച്ചുകൂടി ഇങ്ങനെ വരച്ചാലോ? ഇപ്പോഴും ആവില്ല. ഇനി ഇത്രയും വലുത് വരച്ചാലോ? ഇതും തെറ്റാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇതേ സൈസിൽ തന്നെ ഈ സൈഡിലും വരച്ചു കൊടുക്കാൻ ശ്രമിക്കുക. Look at the string and help Adi choose the longest one. How did you find out? Discuss. ഇവിടെ രണ്ട് സ്ട്രിങ്സ് ഉണ്ട്. ഇതിൽ ഏതാ ലോങ്സ്റ്റ് എന്ന് എങ്ങനെയാ മനസ്സിലാവുക? ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന ബൾബുകൾ കൗണ്ട് ചെയ്താൽ മതിയല്ലേ? കൗണ്ട് ചെയ്ത് നോക്കിയാലോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇവിടെ 16 ബൾബ്സ് ആണുള്ളത്. ഇവിടെയോ 1 2 3 4 5 6 7 8 9 10 11 12. ഇവിടെ 12 സ്ട്രിങ്സ് ആണുള്ളത്. അപ്പൊ ഏതാണ് ലോങ്സ്റ്റ്? ഈ ഫസ്റ്റ് വൺ ആണ് ലോങ്സ്റ്റ്. Shelly and Adi need to take a large table inside the classroom for the party. The table is too heavy for both of them to move. Without lifting the table, how can they figure it out if the table can go through the door of the classroom? Help them find out what they must do. ഇവരുടെ ക്ലാസ് റൂം ഇതിനുള്ളിലാണല്ലേ? പുറത്ത് ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ എടുത്ത് ക്ലാസ് റൂമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. ഇവര് ഇവിടുന്ന് എടുത്ത് അവിടെ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഇത് ആ ഡോറിന്റെ ഉള്ളിൽ കൂടി പോകുമെന്ന് ഇവിടുന്ന് ചെക്ക് ചെയ്യാണ്. എങ്ങനെ അവർക്കത് മനസ്സിലാക്കാം? We can use this thread to measure the length of the table. I guess it will not pass through. Yes, it is longer than the door. എന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത്? അവരൊരു ത്രെഡ് എടുത്തു കയ്യില്. എന്നിട്ടോ ആ ത്രെഡ് ഡോറിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഇതിന്റെ മെഷർമെന്റ് നോക്കി. ഇപ്പോ ഡോറിന്റെ ലെങ്ത് അവർക്ക് കിട്ടിയല്ലോ ആ ത്രെഡില്. ഇനി തിരിച്ചു വന്നിട്ട് ഈ സൈഡില് ആ ത്രെഡ് വെച്ച് നോക്കി. ആ ത്രെഡ് ഇത്രയേ ഉള്ളൂ. ടേബിളിന്റെ ഈ സൈഡ് ഈ ഡോറിനേക്കാളും വലിപ്പം കൂടുതലാണ്. അതിനർത്ഥം എന്താണ്? ഈ ടേബിള് ഈ ഡോറിന്റെ ഉള്ളിൽ കൂടി നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി വേറൊരു വഴിയുണ്ട്. ഇത് തിരിച്ചിട്ട് ഇതിന്റെ ഷോർട്ട് സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡിലൂടെ ഇതിന്റെ ഉള്ളിൽ കൂടി കയറ്റാൻ പറ്റുമോ നോക്കാം. അപ്പോ I measured the length of this side of the table. സെയിം ത്രെഡ് ഉപയോഗിച്ചിട്ട് അവര് ആ സൈഡ് കറക്റ്റ് ആണോ നോക്കുകയാണ്. അപ്പോ ഈ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, ത്രെഡ് വലിയ ത്രെഡാണ്. ടേബിളില് ഇത്രയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് ഈ ഡോറിനേക്കാളും ചെറുതാണ് ഈ സൈഡ് ഓഫ് ദ ടേബിൾ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് ഈ ടേബിള് ഈ സൈഡിൽ കൂടി ഈ ക്ലാസ് റൂമിന്റെ ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റും. The table can pass through the door this way. Can there be a way to take the table inside the door if both the length and breadth are more than the width of the door? ഇനി ഈ ബോയ്ക്ക് ഇതും ഈ സൈഡും ഡോറിനേക്കാട്ടും വലുതാണ് കിട്ടിയിരുന്നതെങ്കിൽ ഇനി വേറെന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടല്ലേ. ഈ ടേബിളിന് ഈ സൈഡും അല്ലാതെ മറ്റൊരു സൈഡ് ഉണ്ട്. കണ്ടില്ലേ ഇതിന്റെ ഹൈറ്റ്? അപ്പൊ ഇതിനെ മൊത്തമായിട്ട് തിരിച്ചിട്ടിട്ട് ഈ സൈഡ് ആ ത്രെഡിനേക്കാളും ചെറുതാണോ നോക്കുക. അങ്ങനെ ടിൽറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. Let us play. Make a bridge using boxes or bags or any other object available in your class. Place or arrange the boxes so that the bridge does not move. Take some objects from your class and guess if the object can go through the bridge. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഡിഫറെന്റ് ഒബ്ജക്ട്സ് ഉപയോഗിച്ചിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിന്ന് കുറെ വസ്തുക്കൾ എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാം ഇത് ഇതിനുള്ളിൽ കൂടി പാസ് ചെയ്യോ ഇല്ലയോ. ആ ഗസ് കറക്റ്റ് ആണോ എന്ന് ചെയ്ത് നോക്കാം. ഇത് ക്ലാസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്.
Can you name some things that cannot pass through your school gate? Discuss. ഇത് ഓരോ കുട്ടികൾക്കും ഓരോ ആൻസർ ആയിരിക്കും. കാരണം എല്ലാ സ്കൂളിന്റെയും ഗേറ്റ് ഒരേ സൈസ് ആയിരിക്കില്ല. ചില സ്കൂളിന്റെ ഗേറ്റ് വളരെ ചെറുതായിരിക്കും, അതിനുള്ളിലേക്ക് ബസ്സും വണ്ടികളും ഒന്നും കയറില്ല. പക്ഷെ ചില സ്കൂളിന്റെ ഉള്ളിൽ വലിയ സ്കൂൾ ബസ്സും വലിയ വലിയ വാഹനങ്ങളും ഒക്കെ കയറാൻ പറ്റിയ അത്രയും വലിയ സ്കൂളുകളായിരിക്കും. ഓക്കെ, അപ്പൊ ഓരോരുത്തരും അവരവരുടെ സ്കൂളില് ഗേറ്റിന്റെ സൈസ് നോക്കിയിട്ട് പറയാ, ഇതിന്റെ ഉള്ളിലേക്ക് ഇത്ര വലിയ ട്രക്ക് കയറാൻ പറ്റില്ല, ഇതിന്റെ ഉള്ളിൽ നോർമൽ വണ്ടി പോലും കയറില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പരിസരത്തുള്ള ഒബ്ജക്റ്റ് ഒക്കെ അത് എന്റെ ഗേറ്റിന്റെ ഉള്ളിൽ കൂടി കയറാൻ പറ്റില്ല എന്ന് ആലോചിച്ച് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Are these true for all? Children are measuring their body parts to make costume for drama. അപ്പൊ ഡ്രാമയ്ക്ക് കോസ്റ്റ്യൂംസ് ഇടാൻ വേണ്ടി അവരവരുടെ സൈസ് മെഷർ ചെയ്യാണ്. They have made the following statement. Do you think they are true for all children? Let's check. Take help from your friends to measure. Take the correct answer. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് നിങ്ങളുടെ ബോഡിയിൽ മെഷർ ചെയ്ത് ഇത് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. യുവർ ഹെഡ് ഇസ് 3 ഹാൻഡ് സ്പാൻസ് റൗണ്ട്. തല മെഷർ ചെയ്തിട്ട് 3 ഹാൻഡ് സ്പാൻ ആണോ? ഇത് ഫാൾസ് ആണ്. കാരണം ചില കുട്ടികളുടെ തല വളരെ വലുതായിരിക്കും, ചില കുട്ടികളുടെ തല ചെറുതായിരിക്കും. അപ്പോ അതും ഹാൻഡ് സ്പാൻ, അത് ആരാണോ മെഷർ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് കറക്റ്റ് ആവില്ല. നെക്സ്റ്റ് വൺ, ലെങ്ത് ഓഫ് യുവർ ഫോർ ആം ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് യുവർ ഫീറ്റ്. നിങ്ങളുടെ കൈന്റെ ഫോർ ആം ഇവിടെ ഇതും നിങ്ങളുടെ ഫീറ്റിന്റെ ലെങ്തും സെയിം ആണോ നോക്കുക. ചിലർക്ക് അത് കറക്റ്റ് ആയേക്കാം, പക്ഷെ ചിലർക്ക് അത് കറക്റ്റ് ആവില്ല. സോ അതും ഫാൾസ് ആണ്. Your height is equal to the length of your arms wide open. കൈ വിടർത്തി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ലെങ്ത് അതാണോ നിങ്ങളുടെ ടോട്ടൽ ഹൈറ്റ്? രണ്ടും ചെക്ക് ചെയ്യുക. അതും ഫാൾസ് ആണ്. ഇതൊന്നും നമുക്കൊരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് അല്ല. ഓരോ ആളുകളുടെ കൈയും കാലിന്റെ ഒക്കെ സൈസിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പൊ ഈ എല്ലാ സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആണ്. Shelly wants to make curtains for the drama. ഡ്രാമയ്ക്കുള്ള curtain ആണ് ഇനി നെക്സ്റ്റ്. Lena got her mother's sari. Adi used his pencil to measure the length of the wall. ഈ ഒരു വാളിലാണല്ലേ ആ കർട്ടൻ തൂക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് എന്താ വേണ്ടത്? എത്ര ഹൈറ്റ് ഉണ്ട് ഈ വാളിൽ നിന്ന് മെഷർ ചെയ്യണം. മെഷറിംഗ് വിത്ത് എ പെൻസിൽ ടേക്സ് ലോങ് ടൈം. കാരണം വാള് വളരെ വലുതാണ്, പെൻസിൽ ചെറുതാണ്. വെച്ച് 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 കുറേ ടൈം കഴിഞ്ഞാലാണ് മെഷർ ചെയ്യാൻ പറ്റുക. Can we take something longer than a pencil? Let's take a paper strip which is double the size of the pencil. ഇവിടെ ചെറിയ പെൻസിൽ ആയിരുന്നു, ഇപ്പൊ 2 പേപ്പർ സ്ട്രിങ് ഒട്ടിച്ച് അതിനേക്കാളും വലിയൊരു സാധനമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് മെഷർ ചെയ്താലുള്ള ഗുണം എന്താ? ഒരു പെൻസിൽ കൊണ്ട് മെഷർ ചെയ്യുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ, പക്ഷെ ഒരു പേപ്പർ സ്ട്രിപ്പ് ഇത്രയാണ് ഉള്ളത്. അപ്പോൾ 2 പ്രാവശ്യം പെൻസിൽ കൊണ്ട് മെഷർ ചെയ്യുമ്പോഴേക്കും ഈ പേപ്പർ സ്ട്രിപ്പ് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഹാഫ് ടൈം മാത്രമേ പേപ്പർ സ്ട്രിപ്പ് ഉപയോഗിച്ച് മെഷർ ചെയ്യേണ്ടതുള്ളൂ. യൂസ് ദിസ് പേപ്പർ സ്ട്രിപ്പ് ടു മെഷർ ദ ലെങ്ത് ഓഫ് ദ സാരി നീഡഡ് ഫോർ ദ കർട്ടൻ. അപ്പൊ അവർക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ഹൈറ്റ് ഓഫ് ദ വാൾ കണ്ടുപിടിക്കണം, എന്നിട്ട് സെയിം ഹൈറ്റിൽ ഈ ഒരു സാരിയുടെ ലെങ്തും കറക്റ്റ് ആക്കണം. The paper strip also is too small to measure the sari. സാരി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ഈ പേപ്പർ സ്ട്രിപ്പ് കൊണ്ട് അളന്നാലും ഇത് കൂടുതൽ ടൈം എടുക്കും. Let us double the paper strips by sticking 2 of them together. അപ്പൊ അവര് വേറൊരു വഴി കണ്ടുപിടിച്ചു. ഓൾറെഡി ഉള്ള പേപ്പർ സ്ട്രിപ്പ് പോലെ വേറൊന്ന് ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്തു. ഇപ്പൊ നോക്കിയേ എത്ര വലിയ പേപ്പർ സ്ട്രിപ്പ് ആണെന്ന്. അപ്പൊ അവർക്ക് നമ്പർ ഓഫ് ടൈം മെഷർ ചെയ്യേണ്ടത് കുറവായിരിക്കും. Let us use this longer paper strip to measure length of the saree. ഇപ്പൊ കണ്ടില്ലേ, നേരത്തെ 2 സ്ട്രിപ്പ് ഒട്ടിച്ചതായിരുന്നു, ഇപ്പൊ വീണ്ടും 2 എണ്ണം കൂടി ഒട്ടിപ്പിച്ചു. ഇപ്പൊ ഇത് വലിയ പേപ്പർ സ്ട്രിപ്പായി. This longer paper strip is 1 arm long. ഈ കുട്ടിയുടെ ഇത്ര വലുതാണ് ഈ പേപ്പർ സ്ട്രിപ്പ്. I have seen shopkeepers measuring cloth with a meter rod. നിങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇതേപോലെയുള്ള തുണികളൊക്കെ മെഷർ ചെയ്യാൻ അവിടുത്തെ ഷോപ്പ് കീപ്പർ മീറ്റർ റോഡ്സ് ഉപയോഗിക്കും. എന്താണ് മീറ്റർ റോഡ്? ഹൗ ലോങ് ഇസ് എ മീറ്റർ? മീറ്റർ റോഡ് എന്ന് കേട്ടപ്പോ ഷെല്ലിക്ക് ആകെ ഡൗട്ടായി. ഹൗ ലോങ് ഇസ് എ മീറ്റർ? മീറ്റർ എന്താണ്? മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ
ബോക്സില് സ്കെയിൽ ഉണ്ട് അല്ലെ? ഈ സ്കെയിൽസ് ഒന്ന് എടുത്തു നോക്കിയേ. ഇതില് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഉണ്ട്, പിന്നെ ഒരു വലിയ ലൈൻ ഉണ്ട്. എന്താണ് ഈ ലൈൻസിന്റെ ഒക്കെ അർത്ഥം? ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ മെഷർമെന്റിന് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞു, കൈ കൊണ്ട് അളക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ കൈയും വ്യത്യാസമുണ്ടാകും. എന്നാൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചേഞ്ച് ആവാത്ത കാര്യമാണ്. നിങ്ങളുടെ കയ്യിലുള്ള സ്കെയിലും എന്റെ കയ്യിലുള്ള സ്കെയിലും ഇനി വേറെ രാജ്യത്തുള്ള സ്കെയിലും ഒക്കെ ഒരേ സൈസ് ആയിരിക്കും. അപ്പൊ നമുക്ക് കൃത്യമായ ചില അളവുകൾ പറയാം. ഇനി ഈ സ്കെയിലില് ഈ 0, 1, 2, 3 ഈ ഒരു മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സെന്റിമീറ്റർ. എന്താണ്? സെന്റിമീറ്റർ. അപ്പൊ ഈ സ്കെയിലിൽ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 10 സെന്റിമീറ്റർ. ഇനി ഈ സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ ഈ ഒരു ലൈൻ മെഷർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നോക്കിയേ, എങ്ങനെ വേണം മെഷർ ചെയ്യാൻ? ആദ്യം 0 വെച്ച് ഇവിടെ വരെ വെക്കുക. നോക്കിയേ, 0, 1, 2 ഇതാണ് 2 സെന്റിമീറ്റർ. അതിന് ഷോർട്ട് ഫോമിൽ നമ്മൾ എഴുതുക CM എന്നാണ്, സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഈ സ്കെയിലില് 10 സെന്റിമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ 100 സെന്റിമീറ്റർ ആവുമ്പോഴാണ് 1 മീറ്റർ ആവുന്നത്. അപ്പോ 1 മീറ്ററിന് നിങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ പറയണം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുക എന്താണ് 1 മീറ്റർ, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? 1 meter is a long line that is made of 100 small parts. ഇതില് ഈ ഒരു സ്മോൾ പാർട്ട് കണ്ടില്ലേ? അതുപോലെ അടുത്ത സ്മോൾ പാർട്ട്, അതുപോലെ അടുത്ത സ്മോൾ പാർട്ട്, ഇങ്ങനെ 10 സ്മോൾ പാർട്സ് ആണ് ഈ സ്കെയിലിൽ ഉള്ളത്. ഇതുപോലത്തെ 100 സ്മോൾ പാർട്ട്, ഓരോ സ്മോൾ പാർട്ടിന്റെയും പേരാണ് ഒരു സെന്റിമീറ്റർ. 100 സെന്റിമീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ 1 മീറ്റർ ആവും. സ്റ്റെപ്സ് ഫോർ മേക്കിംഗ് എ മീറ്റർ ലോങ് റോപ്പ്. നമ്മുടെ കയ്യിലൊക്കെ ചെറിയ സ്കെയിൽ ആണുള്ളത്, പക്ഷേ ഷോപ്പുകളിലും മറ്റു കൂടുതൽ മെഷർ ചെയ്യേണ്ട സ്ഥലത്തും വലിയ 1 മീറ്റർ സ്റ്റിക്ക് ഉണ്ടാവും. അങ്ങനത്തെ സ്റ്റിക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മീറ്റർ ലോങ് റോപ്പ് ഉണ്ടാക്കാൻ പറ്റും. എന്താണ് ഈ റോപ്പിന്റെ ഗുണം? നിങ്ങൾ ഒരു റോപ്പിൽ 1 മീറ്റർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എവിടെ വേണേലും കൊണ്ടുപോകാൻ പറ്റും അല്ലെ? സ്കെയില് പോലെ ബാഗിന്റെ ഉള്ളിൽ കൊള്ളാത്ത അവസ്ഥ വരില്ല. റോപ്പ് നമുക്ക് മടക്കി മടക്കി വെക്കാം. ഈ സ്കെയില് എങ്ങനെ ഉണ്ടാക്കാം? ടേക്ക് എ മീറ്റർ റോഡ്. ആദ്യം തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മീറ്റർ റോഡ് എടുക്കാം. അതിനുശേഷം മേക്ക് എ നോട്ട് അറ്റ് വൺ എൻഡ് ഓഫ് ഇറ്റ്. ആ ഒരു റോപ്പിന്റെ ഒരറ്റത്ത് ഒരു നോട്ട് ഇടാം. ഓക്കെ, എവിടെയായിട്ടിരിക്കുന്നത്? ഈ മീറ്റർ റോഡിന്റെ ഈ കറക്റ്റ് അറ്റത്താണ്. കീപ് ദ മീറ്റർ റോഡ് അലോങ് ദ റോപ്പ്. റോപ്പിന്റെ അടുത്ത് തന്നെ മീറ്റർ റോഡ് വെക്കുക. എന്നിട്ട് മാർക്ക് 1 മീറ്റർ ഓൺ ദ റോപ്പ് ആൻഡ് മേക്ക് എ നോട്ട് ദേർ. ഈ ഒരു റോഡിന്റെ അറ്റത്ത് എവിടെയാണോ 1 മീറ്റർ വരുന്നത് അവിടെ ഇനി ഒരു നോട്ടും കൂടി ഇടുക. Now the length between two notes is 1 meter. ഇപ്പൊ ഈ രണ്ട് നോട്ടിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 1 meter. 1 മീറ്ററിന് നമ്മൾ എഴുതുക എങ്ങനെയാ? 1 m. Okay, 1 m means 1 meter. Check again whether the rope measures 1 meter. ഇനി രണ്ട് സൈഡിൽ നിങ്ങൾ നോട്ട് ഇട്ടത് കൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ നോട്ട് എടുത്ത് സ്കൂളിൽ പോകാം, എന്നിട്ട് അവിടുത്തെ ഓരോ കാര്യങ്ങളും മെഷർ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ചെറിയ ചെറിയ ഡിസ്റ്റൻസ് ഒന്നും മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ 1 മീറ്റർ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റും. Measure your height by marking 1 meter on the wall of your class. നിങ്ങളുടെ ക്ലാസ് റൂമിലെ വാളില് 1 മീറ്റർ മാർക്ക് ചെയ്ത് വെക്കുക. 1 മീറ്ററിന്റെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു മാർക്ക് ഇടുക. എന്നിട്ട് write the names of your friends whose heights are more than 1 meter and whose heights are less than 1 meter. ഇത് ക്ലാസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റി ആണ്. ആരൊക്കെയാണോ കൂടുതൽ 1 മീറ്ററിനേക്കാളും കൂടുതലുള്ളത് അവരുടെ പേരുകൾ ഇവിടെ എഴുതാം. ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ലെസ് ദാൻ 1 മീറ്റർ അവരുടെ പേര് ഇവിടെയും എഴുതാം. സർക്കിൾ ദ ടോളസ്റ്റ് എമംഗ് ദീസ് ചിൽഡ്രൻ. ഫസ്റ്റ് അവരെല്ലാരും തറയിൽ നേരെ നിൽക്കുകയായിരുന്നെങ്കിൽ അവരുടെ തലയുടെ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആരാണ് ടോളസ്റ്റ് എന്ന് മനസ്സിലാവും. പക്ഷെ ഇവിടെ കുറച്ച് ട്രിക്കിയാണ്. ഒരു ഗേൾ ഒരു ബോക്സിന്റെ മുകളിലാണ് കയറി നിൽക്കുന്നത്. ഇനി അടുത്ത ആളുടെ കാല് നോക്കിയേ, അയാളുടെ ടോലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതില് ആരാണ് ഏറ്റവും ടോൾ? ഈ കുട്ടി അല്ല, കാരണം ഈ കുട്ടി ബോക്സിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇനി ഇവർ രണ്ടുപേരും ഓൾമോസ്റ്റ് സെയിം ഹൈറ്റ് ആണ് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ ഈ കുട്ടി കാല് പൊക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ആരായിരിക്കും ടോളസ്റ്റ്?
ഇതായിരിക്കും. ഇതാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കയ്യിലുള്ള സ്കെയിൽ എടുക്കുക. എന്നിട്ട് സ്കെയിലിന്റെ 0 ഇവിടെ വെക്കാം. എന്നിട്ട് അതിൽ എത്രയാണ് വാല്യൂ കിട്ടുന്നത് ഇവിടെ വരെ എന്ന് നോക്കാം. ഓക്കെ, അതിൽ ആരാണോ വലുത് അയാളെ നമുക്ക് ടോൾ എന്ന് പറയാം. Write the names of the object around you whose length is 1 meter, more than 1 meter and less than 1 meter. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റി ആണ്. നിങ്ങൾ ആദ്യം തന്നെ ഒരു 1 meter നോട്ട് ഉണ്ടാക്കുക. അതിനുശേഷം അത് വെച്ചിട്ട് ഏതൊക്കെ ഒബ്ജക്റ്റ് ആണ് 1 മീറ്ററിനേക്കാളും കൂടുതലുള്ളത്, ഏതൊക്കെയാണ് കുറവുള്ളത് എന്നൊക്കെ പറയാം. ഏതാണ് കറക്റ്റ് ഈക്വൽ ടു 1 meter. So for example, maybe classroom door, blackboard, bed, dining table, skipping rope ഇതൊക്കെ 1 മീറ്ററിനേക്കാളും വലുതായിരിക്കാം. അതുപോലെ നോട്ട്ബുക്ക്, വാട്ടർ ബോട്ടിൽ, പെൻസിൽ, ലാപ്ടോപ്പ്, സ്കെയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലെസ് ദാൻ 1 മീറ്റർ ആയിരിക്കാം. ഇനി 1 മീറ്റർ സ്കെയിൽ, ഡെസ്ക് ഹൈറ്റ് ഇതൊക്കെ മേ ബി 1 മീറ്റർ ആയിരിക്കാം. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് ഇവിടെ ആൻസർ എഴുതും. This is 1 meter long. 1 meter long ആയിട്ടുള്ള ഒരു സ്റ്റിക്ക് ആണ് ഈ ബോയ് എടുത്തിരിക്കുന്നത്. Fold it in half. This will be half meter long. 1 മീറ്ററിന്റെ ഹാഫ് ആണ് ഹാഫ് മീറ്റർ. നിങ്ങളുടെ കയ്യിൽ ഒരു 1 മീറ്റർ റോഡ് ഉണ്ടെങ്കിൽ അതിന് ഹാഫ് ആയിട്ട് കൃത്യമായിട്ട് ഇവിടെ എടുത്തിട്ട് ഇവിടേക്ക് ടച്ച് ചെയ്ത് മടക്കുക. നിങ്ങൾക്ക് കറക്റ്റ് ഇത്ര കിട്ടും. ഇതാണ് ഹാഫ് മീറ്റർ. അപ്പൊ ഫുൾ 1 മീറ്ററിന്റെ ഹാഫ് ആണ്. ഇനി ഇതിനെ ഒന്നുകൂടി മടക്കിയാലോ ഇത്രയും ചെറുതാണ് കിട്ടുക. അതായത് ഇതിന്റെ ഹാഫ് ഇവിടെ വരെ. ഓക്കെ, അപ്പൊ ഇതിനാണ് പറയുന്നത് ക്വാർട്ടർ. Fold it in half again. This is a quarter. This jar is a half meter long. ഈ girl ഈ ജാറിനെ മെഷർ ചെയ്യാണ്. half meter long. Let us do. ഇനിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം നമുക്ക് പറയാം. നിങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ ബുക്ക് ഫിൽ ചെയ്യാം. Find the length of different object by using 1 meter, half meter and quarter meter ropes. Write their names and tick in the appropriate boxes. ആദ്യം നിങ്ങളുടെ ചുറ്റുമുള്ള കുറെ ഒബ്ജക്ട്സ് എടുത്തിട്ട് അതിന്റെ ഒക്കെ പേര് ഇവിടെ എഴുതണം. എന്നിട്ട് 1 മീറ്റർ റോപ്പ് ഉണ്ടാക്കണം. അതിന്റെ ഹാഫ് ആയിട്ടുള്ള ഹാഫ് മീറ്റർ റോപ്പ് ഉണ്ടാക്കണം. അതുപോലെ ക്വാർട്ടർ മീറ്റർ റോപ്പ് ഉണ്ടാക്കണം. ഇനി ഈ മൂന്നും വെച്ച് മെഷർ ചെയ്തിട്ട് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ക്ലാസ്സിൽ ബ്ലാക്ക് ബോർഡ് ആണെന്ന് വിചാരിക്കുക. അത് ലെസ് ദാൻ ക്വാർട്ടർ മീറ്റർ ആണോ? നോ, വലിയ ബ്ലാക്ക് ബോർഡ് ആയിരിക്കും. അതൊരിക്കലും ലെസ് ദാൻ ക്വാർട്ടർ മീറ്റർ അല്ല. മോർ ദാൻ ക്വാർട്ടർ ആണ്? യെസ്. ലെസ് ദാൻ ഹാഫ് മീറ്റർ ആണോ? അല്ല, ഹാഫ് മീറ്ററിനേക്കാളും വലുതായിരിക്കും. മോർ ദാൻ ഹാഫ് മീറ്റർ കറക്റ്റ് ആണ്. ലെസ് ദാൻ 1 മീറ്റർ ആണോ? അല്ല, അതിനേക്കാളും വലുതാണ്. മോർ ദാൻ 1 മീറ്റർ ആണ്. ഇതുപോലെ നിങ്ങളുടെ ഓരോ ഒബ്ജക്റ്റിനെയും നിങ്ങളുടെ കയ്യിലുള്ള റോപ്പ് ഉപയോഗിച്ച് മെഷർ ചെയ്ത് ഇതുപോലെ കോളത്തിൽ ടിക്ക് ചെയ്യാം. Mark a line on the floor as a start line and then mark another line 1 meter from the start line. Stand on the start line and jump. Write the names of the children who jump more than a quarter of a meter, half of a meter and a meter. എന്താ ചെയ്യേണ്ടത്? ഫ്ലോറിൽ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ടോ 1 മീറ്റർ കഴിഞ്ഞിട്ട് ഒരു ലൈനും കൂടി വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ജമ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ജമ്പ് ചെയ്ത് ഇവിടെ എത്തുമല്ലോ. അവര് 1 മീറ്റർ ജമ്പ് ചെയ്ത ആൾക്കാരാണ്. പക്ഷെ ചില ആൾക്കാർ അത്രയും എത്തില്ല, ചിലര് ഇത്രയേ എത്തുള്ളൂ അല്ലെ. അപ്പൊ നമുക്കറിയാം 1 മീറ്ററിന്റെ ഹാഫ് ഇവിടെയാണ് ഹാഫ് മീറ്റർ. ഇനി അതിന്റെയും ഹാഫ് ഇവിടെയാണ് ക്വാർട്ടർ വരുന്നത്. ഓക്കെ, അപ്പൊ ചില കുട്ടികൾ ഇവിടെ ജമ്പ് ചെയ്യൂ, ചില കുട്ടികൾ ഇവിടെ ജമ്പ് ചെയ്യും. അപ്പൊ ഓരോരുത്തരും എത്ര വീതം ജമ്പ് ചെയ്തു, ആർക്കാണ് ഏറ്റവും കൂടുതൽ ജമ്പ് ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. Take a ball or disc and try to throw it as far as you can. Now measure how far the throw was. ഇവിടെ നിന്നിട്ട് ഒരു ബോൾ കയ്യിലെടുത്തിട്ട് ദൂരേക്ക് വലിച്ചെറിയ. എന്നിട്ടോ എവിടുന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, എവിടെയാണ് അത് എത്തിയത്, ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എത്ര ദൂരത്തേക്ക് അത് എറിയാൻ പറ്റി എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങളുടെ മീറ്റർ റോപ്പ് ഉപയോഗിച്ചിട്ട് വേണം മെഷർ ചെയ്യാൻ, കേട്ടോ. Let us do. Measure the height of your teacher or parent using a meter long rope. നിങ്ങളുടെ ടീച്ചറിന്റെയോ പാരന്റിന്റെയോ ഒക്കെ ഹൈറ്റ് മെഷർ ചെയ്യാം. എങ്ങനെ മെഷർ ചെയ്യാം? ഒന്നുകിൽ അവർ നിൽക്കുമ്പോൾ മെഷർ ചെയ്യാം, ഇല്ലെങ്കിൽ അവർ നിന്നിട്ട് വാളിൽ ഒരു മാർക്ക് കൊടുത്തിട്ട് ആ മാർക്ക് നിങ്ങൾക്ക് മെഷർ ചെയ്യാം. Estimate and cut 1 meter long wool or thread. Ask your friends to do the same. Now
verify with the help of the meter rope whose estimate is the closest. നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു മീറ്റർ റോപ്പ് ഉണ്ടല്ലോ, ഇതാണ് മീറ്റർ റോപ്പ്. ഇനി നിങ്ങൾ ഏകദേശം നിങ്ങളുടെ മനസ്സിൽ എത്രയാണ് 1 മീറ്റർ എന്നൊരു ഐഡിയ ഉണ്ടാവും. നിങ്ങളുടെ കയ്യിലുള്ള വൂൾ ഉപയോഗിച്ചിട്ട് ഓരോരുത്തരും മെഷർ ചെയ്യാതെ ഏകദേശം 1 മീറ്റർ ആയിട്ട് റോപ്പ് കട്ട് ചെയ്യുക. എന്നിട്ട് എല്ലാവരും അത് ഈ ഒരു മീറ്റർ റോപ്പിന്റെ കൂടെ ചെക്ക് ചെയ്യുക. ചിലർ ഇത്രയേ കട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ചിലർ ഇത്രയായിരിക്കും, ചിലർ ഇത്രയായിരിക്കും, ചിലർ ഇത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ആരിതാണ് ഏറ്റവും 1 മീറ്ററിന്റെ ക്ലോസസ്റ്റ് അവരായിരിക്കും വിന്നർ. Cut a 1 meter long rope into 4 equal pieces. How many cuts did you make? നിങ്ങളുടെ അടുത്ത് 1 മീറ്റർ റോപ്പ് ഉണ്ട്, ഇതില് 4 ഈക്വൽ പീസസ് വേണം. ആദ്യം സെന്ററിൽ കട്ട് ചെയ്തു, ഇപ്പൊ ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് 1 പീസ്, 2 പീസ്, 3 പീസ് ആൻഡ് 4 പീസ് കിട്ടി. ഇതിൽ നിങ്ങൾ എത്ര കട്ട് ചെയ്തിട്ടുണ്ട്? 1 കട്ട്, 2 കട്ട്, 3 കട്ട്. അപ്പൊ 4 പീസസ് കിട്ടാൻ വേണ്ടി 3 കട്ട്സ് ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. How many footsteps fit into a meter rope? നിങ്ങൾ ഒരു മീറ്റർ റോപ്പ് വെച്ചിട്ട് ഒരു സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ട് ഇവിടെ മുതൽ ഇവിടം വരെ നടന്നു നോക്കുക. നിങ്ങളുടെ എത്ര ഫുഡ് സ്റ്റെപ്സ് ആണ് അതിൽ വരുന്നത്? യൂസ് എ മീറ്റർ റോപ്പ് ടു ഫൈൻഡ് ഹൗ ലോങ് ഇസ് എ സൈഡ് ഓഫ് ദ ക്ലാസ് വാൾ. നിങ്ങളുടെ ക്ലാസ് വാളിൽ ഒരു സൈഡ് എത്ര മീറ്റർ ഉണ്ട് എന്ന് ആ ഒരു മീറ്റർ റോപ്പ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുക. ഈ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. എല്ലാവരും സ്വന്തമായിട്ടൊരു മീറ്റർ റോപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മളുടെ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.